ഒരു കൊലക്കേസ് പ്രതിക്ക് പത്രസമ്മേളനം നടത്താൻ പാടില്ല, അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ആ പത്രസമ്മേളനം ഇറങ്ങിപ്പോകും എന്നതാണ് വാദമെങ്കിൽ ഇവർ പി ജയരാജൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഇവർ ഇരിക്കുമോ? ചോദ്യമാണല്ലോ. പി ജയരാജൻ എന്ന് പറയുന്നത് 2 കൊലക്കേസിൽ പ്രതിയാണ്. കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിയാണ്, അരിയിൽ ശുക്കൂർ കേസിൽ പ്രതിയാണ്. ഈ 2 കേസിൽ പ്രതിയായിട്ടുള്ള പി ജയരാജൻ വാർത്താ സമ്മേളനം നടത്തുമ്പം ഈ ധാർമ്മിക രോഷം ഉയർത്തിയിട്ടുള്ള ഈ മാധ്യമപ്രവർത്തകർ എന്ത് നിലപാട് സ്വീകരിക്കും? ഓക്കെ, നിയമസഭ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നിയമസഭയിൽ, പുതിയ നിയമസഭയിൽ ഒരു കൊലക്കേസ് പ്രതി ഇരിപ്പുണ്ട്. ആരാ അറിയോ? കാരായി രാജൻ. ഇവിടെ തലശ്ശേരിയിലെ NDF പ്രവർത്തകനായിട്ടുള്ള ഫസൽ വധക്കേസിലെ പ്രതിയാണ്. CBI ആ കേസ് ഇതൊരു ക്ലോസ് ചെയ്തിട്ടില്ല. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയിൽ പ്രവേശന വിലക്ക് പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം നിയമസഭയിലിരിക്കുകയാണ്. അദ്ദേഹം നിയമസഭയിൽ ഇരിക്കുന്നത് കാരണം ഞങ്ങൾ നിയമസഭ റിപ്പോർട്ട് ചെയ്യില്ല. നോക്കൂ, ഇവർ ഇന്നലെ എടുത്ത ഈ സമീപനം അത് അടിസ്ഥാനമാക്കിയാൽ ഇവർ നിയമസഭ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കൊലക്കേസ് പ്രതി ഇരിക്കുകയാണ് അവിടെ. കൊലക്കേസ് പ്രതി ഇരിക്കുന്ന നിയമസഭ റിപ്പോർട്ട് ചെയ്യേ കൊള്ളാമല്ലോ. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രസ് ഗാലറിയിൽ കിടന്ന് ബഹളം വെക്കണ്ടേ? ഇതൊരു തരം എന്താ പറയുക അറിയോ, ഒരു പോപ്പുലിസ്റ്റ് ധാർമ്മികതയാണിത്. ആളുകൾ സവിശേഷ സന്ദർഭങ്ങളിൽ വരുന്ന ഒരുതരം പോപ്പുലിസ്റ്റ് ധാർമ്മികതയാണ്. അതിന് സിദ്ദീഖ് വഴങ്ങിക്കൊടുത്തു, അല്ലെ ശ്രീറാം വെങ്കട്ടരാമൻ വഴങ്ങിക്കൊടുത്തു എന്നുള്ളത് മോശമായിപ്പോയി എന്നാണ് ഞാൻ പറയുന്നത്.